ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ട്രേഡിംഗ് ലൊക്കേഷൻ. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എപ്പോഴും നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം എഗെയിൻസ്റ്റ് ആയിട്ട് പോകാറുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടോ. സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ, ഈ രണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡിങ് അവസ്ഥയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ സൈഡ് വേയിൽ നമ്മളെ സൈസ് കുറച്ചിട്ട് വേറെ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ലോയിൽ ബൈ ചെയ്യും, അതുപോലെ ഹൈയിൽ സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു അപ്പ് ട്രെൻഡിൽ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അപ്പ് ട്രെൻഡിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം മാത്രം മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു അപ്പ് ട്രെൻഡ്, ഇതൊരു ഡെയിലി ചാർട്ടാണെന്ന് വെച്ചോ. ഈ ഒരു ഡെയിലി ചാർട്ടിലെ ട്രെൻഡ് നോക്കിയിട്ട് ഇതിന് അലൈൻ ആയിട്ടുള്ള ലോ ടൈം ഫ്രെയിമിൽ ഒരു ഡയറക്ഷനിലോട്ടാണല്ലോ നിങ്ങൾ പോകുന്നത്. സോ നിങ്ങൾ ബിഗിനേഴ്സ്, നിങ്ങളെപ്പോലെ ഈ പ്രശ്നമുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ വരുന്നത് ലോ ടൈം ഫ്രെയിമിൽ ഇതാ ഇവിടെ ആയിരിക്കും. ഈ ഒരു അപ്പ് ട്രെൻഡിൽ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ വരുന്നത് ദാ ഈ ഒരു റീട്രേസ്മെൻറ്റിലായിരിക്കും നിങ്ങളുടെ എൻറ്റയർ റോളർ കോസ്റ്റർ ജേണി കിടക്കുന്നത്. ഇവിടുന്ന് കയറും, നിങ്ങൾ താഴോട്ട് ഇങ്ങനെ പോകും. മനസ്സിലായോ? എന്നാൽ മാർക്കറ്റിൽ വന്ന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യേണ്ടതും ട്രേഡ് ചെയ്യേണ്ട സ്ഥലവും എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? ഇവിടെയാണ് സത്യത്തിൽ ഒരു അപ്പ് ട്രെൻഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ദാ ഈ പറയുന്ന ഏരിയകളിലാണ്. മനസ്സിലായോ? സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ പോയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു അപ്പ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോകുന്നത്, ഒരു മൊമെൻറ്റം കാണിച്ചു തരുന്നത് ഈ ഒരു ഏരിയയിലാണ്. നിർഭാഗ്യവശാൽ ഒട്ടുമിക്ക ബിഗിനേഴ്സും ട്രാപ്പ് ആവുന്നത് ഈ ഒരു റീട്രേസ്മെൻറ്റിലാണ്. സോ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം വരാം, ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എപ്പോൾ തുടങ്ങും? ഇവിടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനം ഈ ഒരു മൊമെൻറ്റം എപ്പോൾ തുടങ്ങും എന്നാണ് നിങ്ങൾക്ക് അടുത്തുള്ളൊരു ചോദ്യം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇന്ന് തന്നെ നിങ്ങൾ ആദ്യം ഒരു കൺഫർമേഷനും ഇല്ലാതെ ഇങ്ങനെ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ പാതി വഴിയിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു എടുത്ത് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോ. ഒരു അപ്പ് ട്രെൻഡിൽ നമ്മളുടെ അപ്പ് ട്രെൻഡ് ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത്, അപ്പ് ട്രെൻഡിൽ നിങ്ങളുടെ കണ്ടിന്യൂഷൻ പാറ്റേൺ നോക്കേണ്ടത് ഇവിടെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എവിടെയാണ് അപ്പം നമുക്ക് ഈ ഒരു അപ്പ് ട്രെൻഡിൻ്റെ ഈ ഒരു മെയിൻ മൊമെൻറ്റം തരുന്ന ഈ ഒരു ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷം വരുന്ന ഈ ഒരു മൂവ്മെൻറ്റ്, പുതിയ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മൊമെൻറ്റം നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഈ താഴോട്ട് വരുന്ന ഈ ഒരു റീട്രേസ്മെൻറ്റ് എവിടെ സ്റ്റോപ്പ് ആവും അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? കാര്യം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള അപ്പ് ട്രെൻഡിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഒരു മെയിൻ മൂവ്, മാർക്കറ്റിൻ്റെ മെയിൻ വേവ് വരുന്നത് ഒരു റീട്രേസ്മെൻറ്റിന് ശേഷമാണ്. സോ ഈ റീട്രേസ്മെൻറ്റ് എവിടെ സ്റ്റോപ്പ് ആവുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പ് ട്രെൻഡിൻ്റെ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതെവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം എവിടെയാണ് പുൾ ബാക്ക് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനിലാണ് സാധാരണഗതിയിൽ റീട്രേസ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നത്. രണ്ടാമത്തെ ലെവൽ സപ്പോർട്ട് ഏരിയ. ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തത് സപ്പോർട്ട് ഏരിയ. മൂന്നാമത്തത് ഫിബ് ലെവലിലെ ഗോൾഡൻ ഏരിയാസ് എന്ന് പറയും. ഓക്കെ, സോ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ട രീതി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ചുമ്മാ പോയിട്ട് നിങ്ങൾക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ല, അതിനും റൂളുണ്ട്. സോ എനിവേ, ട്രെൻഡ് ലൈൻ ഓക്കെ, ലോവർ ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹയർ ലോകൾ തമ്മിൽ അപ്പ് ട്രെൻഡിൽ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കും. സോ ആ ഒരു ട്രെൻഡ് ലൈനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീട്രേസ്മെൻറ്റ് തീർന്നു എന്ന് നമുക്ക് പറയാം. വെറുതെ ഈ ഒരു ലെവൽ വന്നാൽ നമ്മൾ തീർന്നു എന്ന് പറയത്തില്ല, അതിന് നമുക്കൊരു സെക്കൻഡ് കൺഫർമേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തത് സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഒരു അപ്പ് ട്രെൻഡിൽ മാർക്കറ്റ് ഇപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു വീക്കായിട്ടുള്ള ട്രെൻഡുകളിൽ ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് പോകുന്ന മാർക്കറ്റ് ഉണ്ട്. സോ അങ്ങനെ ഒരു സപ്പോർട്ട് ഏരിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ട് ലെവലിൽ ഈ റീട്രേസ്മെൻറ്റ് സ്റ്റോപ്പ് ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഫിബിൻ്റെ ഗോൾഡൻ ലെവലുകൾ, ഫിബിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം.
സോ ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള റീട്രേസ്മെൻറ്റ് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കരുതി എല്ലാവരെയും പോലെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്തോ സപ്പോർട്ടിൻ്റെ അടുത്തോ ഫിബിൻ്റെ അടുത്തോ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ EMA ലെവൽ EMA 21 എന്ന് പറയുന്ന ലെവലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏത് ഏരിയ ആണോ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 ലെവലിൽ വന്നാൽ ബ്ലൈൻഡായിട്ട് നമ്മൾ പോയിട്ട് റീട്രേസ്മെൻറ്റ് തീർന്നു എന്ന് പറയത്തില്ല. സെക്കൻഡ് കൺഫർമേഷൻ ഉണ്ട്. എന്താണ് ആ സെക്കൻഡ് കൺഫർമേഷൻ? ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് പ്രൈസ് റിയാക്ട് ചെയ്യണം. എങ്ങനെ റിയാക്ട് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടണം വിത്ത് വോളിയം. ബുള്ളിഷ് റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരുപാട് ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് കിട്ടും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് റീട്രേസ്മെൻറ്റ് സ്റ്റോപ്പായി എന്ന് നിങ്ങൾക്ക് കൺഫേം ആക്കാം. ആഫ്റ്റർ ആ ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലിന് ശേഷം അടുത്ത ദിവസം, നമ്മൾ ഡെയിലിയിലെ കാര്യമാണല്ലോ പറയുന്നത്, അടുത്ത ദിവസം ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഇങ്ങനെയൊരു ക്ലോസ് കിട്ടിയതിന് ശേഷം പിന്നീട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്ത് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണോ എന്തെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ പോയിട്ട് ഇപ്പോൾ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ 1 അവറിലോ പോയിട്ട് നിങ്ങൾക്കൊരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ പാറ്റേണുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പോകാം. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം ധൈര്യമായിട്ട്. ഒരിക്കലും ഇത് കൺഫേം ആക്കുന്നതിന് മുമ്പ് താഴോട്ട് വരുന്ന ഈ റീട്രേസ്മെൻറ്റിൽ പോയിട്ട് ഇത് നോക്കാതെ ഇവിടെ പോയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പാറ്റേണോ മൈനറായിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ വരുന്ന സപ്പോർട്ടിലോ പോയൊന്നും തല വെച്ച് കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഡീകോഡിങ് കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ബിഗിനർ സ്റ്റേജ് തൊട്ട് അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രീ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത് വേണ്ടവർ താഴെ കമൻറ്റിൽ പറയും, ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അതുപോലെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റിൽ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഞാൻ റിയൽ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇത് BTCയുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ഡെയിലി ചാർട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ സാധാരണ ഒരു ബിഗിനർ ഡെയിലി ചാർട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഏരിയ എവിടെയാണ്? ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ കണ്ടിന്യൂഷൻ പാറ്റേണുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒട്ടുമിക്ക ആൾക്കാരും എനിക്കറിയാവുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വലിയ ട്രേഡറാണെന്ന് പറഞ്ഞു നടക്കുന്ന പല ആൾക്കാരും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യത്തില്ല. എന്നാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു മൂവ്മെൻറ്റ് തരുന്നത് ഇങ്ങനെയുള്ള മാർക്കറ്റിലാണ്. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഈവൻ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കയറി ഒരു ട്രേഡ് എടുത്ത് ട്രാപ്പ് ആവുക എന്നുള്ളതാണ്. ഒരു എന്താ പറയുക ഒരു നല്ലൊരു ട്രേഡർ അല്ലെങ്കിൽ ഇത്രയും കൂടെ ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ട്രേഡർ ചെയ്യേണ്ട രീതി നേരെ തിരിച്ചാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ താഴോട്ടുള്ള മൂവ്മെൻറ്റിൽ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഇവിടെ വരുന്ന സമയത്ത് താഴോട്ടുള്ള മൂവ്മെൻറ്റിൽ ട്രേഡ് ചെയ്യരുത്. അവിടെ ട്രേഡ് ചെയ്യുന്ന രീതി വേറെയാണ്. നമ്മളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ വരുന്നത് ഈ ഒരു മൂവ്മെൻറ്റിലാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഇവിടുന്നേ ക്യാപ്ചർ ചെയ്യും. അതിനുള്ള കൺഫർമേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിലായോ? സോ ഇവിടുത്തെ കേസിൽ എന്താ ഇനി സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തത് മാർക്കറ്റ് ഇങ്ങനൊരു മൂവ്മെൻ്റ് അല്ല, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തൊരു മൂവ്മെൻ്റ് അല്ല. മാർക്കറ്റ് ഒരു മൈനർ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതായത് ഇങ്ങനൊരു മാർക്കറ്റാണ് അല്ലേ? സോ നോക്കൂ, ഇവിടെ മാർക്കറ്റ് വന്നു, ഒരു റേഞ്ച് കളിച്ചു. ഇവിടെ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്തു, ഒരു റേഞ്ച് കളിച്ചു. ഇവിടെ മാർക്കറ്റ് പുഷ് ചെയ്തു, ഒരു റേഞ്ച് കളിച്ചു. സോ പഴയ ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു മാർക്കറ്റ്, ഞാൻ മറ്റേത് പറഞ്ഞത് ഇതിന് തമ്മിൽ ഒരു വ്യത്യാസമില്ല. മറ്റേത് നിങ്ങൾ ഇങ്ങനൊരു മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ ട്രാപ്പ് ആവുമെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രാപ്പ് ആവുന്നത് ഈ റേഞ്ച് മാർക്കറ്റിലാണ്. ഈ റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈൽ വേറെ രീതിയിലാണ്. സോ നിങ്ങൾ ഇവിടെ വരെ മാർക്കറ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഡെയിലി ചാർട്ടിൽ നിങ്ങൾ അപ്പ് ട്രെൻഡ് ആണെന്ന് കരുതി ഇവിടെ വന്നിട്ട് നിങ്ങൾ റേഞ്ചിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുള്ളിഷ് പാറ്റേൺ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിക്വിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. മനസ്സിലായോ? സോ റേഞ്ചിൻ്റെ സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? റേഞ്ചിന് ശേഷം നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാം. ബ്രേക്ക് ഔട്ടിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങളുടെ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അൺടിൽ ഈ ഒരു സൈഡ് വേ മാർക്കറ്റിൽ ഈ ഒരു സൈഡ് വേയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബൈ ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് സൈഡ് വേയിൽ നമ്മളുടെ ട്രേഡിംഗ് റൂള് ഡിഫറെൻ്റ് ആണ്. എന്താണ്? ഒരു
തരത്തിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേണുകളോ നിങ്ങൾ പഠിച്ച SMC കൺസെപ്റ്റോ ഒന്നും തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ലോജിക്ക്, നിങ്ങളിവിടെ ഈ ഒരു ലെവൽ വരുന്ന സമയത്ത് ബൈ ചെയ്യുക, സപ്പോർട്ട് ലെവൽ വരുന്ന സമയത്ത് ബൈ ചെയ്യുക, റെസിസ്റ്റൻസ് ലെവൽ വരുന്ന സമയത്ത് സെല്ല് ചെയ്യുക. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ബ്രേക്കൗട്ടിന് ശേഷം ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കൗട്ടിന് കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകും, ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. സോ അങ്ങനെ ബ്രേക്കൗട്ട് കിട്ടിയാലേ നമ്മൾ ഈ കണ്ടിട്ടുള്ള ഡെയിലി ചാർട്ടിൽ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവത്തിന് അലൈൻ ആയിട്ടുള്ള രീതിയിൽ ഈ ബ്രേക്കൗട്ടിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ബുള്ളിഷ് ഏതെങ്കിലും കണ്ടിന്യൂഷൻ പാറ്റേണുകളോ എന്തെങ്കിലും ബ്ലൈൻഡായിട്ട് നിങ്ങൾ പോയി ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം ബിഗിനേഴ്സിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫ്രീ കോഴ്സിൽ ഞാൻ പറഞ്ഞുതരാം. ട്രേഡിംഗ് ലൊക്കേഷനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇപ്പം നമുക്കൊരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു റീട്രേസ്മെൻറ്റ് എവിടെ സ്റ്റോപ്പ് ആവും, ആ സ്റ്റോപ്പ് ആവുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഒരു 4 എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 4 ഏരിയയിൽ നമുക്കൊരു പ്രൈസ് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞിട്ടുള്ള ലോവർ ടൈം ഫ്രെയിം ഇപ്പോൾ ഡെയിലിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടി, ഡെയിലിയിൽ നമുക്ക് ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു പ്രൈസ് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഈ ഒരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാര്യം നമ്മളിവിടെ കൃത്യമായ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, റിജക്ഷൻ കിട്ടി. സോ ഇതൊരു ബുള്ളിഷ് ഒരു അപ് ട്രെൻഡ് ആണ്. സോ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും ഊഹത്തിൻ്റെ പുറത്തല്ല അവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടി. സോ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ചെറിയ റിസ്കിൽ നിങ്ങൾക്ക് വലിയ റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇവിടെ പോലെ ഈ ഒരു റിവാർഡ്, ഇത്രയും വലിയ റിവാർഡ്. ഇപ്പം ഇവിടെ കിടന്ന് നിങ്ങൾ കളിക്കുവാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മൂവ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാൻ താഴോട്ട് വരും. അതേസമയം ബ്രേക്കൗട്ടിന് ശേഷം ഇവിടെ ഒരു ബ്രേക്കൗട്ട് കൺഫേം ആയതിനു ശേഷം ഈ ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടുന്ന് ഈ ഒരു ബ്രേക്കൗട്ട് കൺഫേം ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്ചറിങ് നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് അവിടെ രൂപപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ രൂപപ്പെടുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഹെവി മൂവ്മെൻറ്റ് ചെറിയ റിസ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അവിടെയാണ് ട്രേഡിങ്ങിൻ്റെ ബ്യൂട്ടി. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ പ്രോഫിറ്റ് ഇടുന്നതിൻ്റെ സീക്രട്ട് ഇതാണ്. ഒരു രഹസ്യ വെപ്പൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതാണ് പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ ഈ ഒരു സ്റ്റക്കിലാവരുത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇതൊരു റേഞ്ച് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെറിയ ട്രേഡ് എടുക്കുക. നിങ്ങൾ ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ഇതിന് മുമ്പ്, ഈ ഒരു മൊമെൻറ്റം വരുന്നതിന് മുമ്പേ ക്യാപ്ചർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ബേസിക് തമ്പ് റൂളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. മനസ്സിലായല്ലോ? ഞാൻ 4 ഹവറിൽ ഇത്രയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 4 ഹവറിൽ നിങ്ങൾ നോക്കൂ. 4 ഹവറിൽ നമുക്കൊരു അപ് ട്രെൻഡാണ്. ഈ ഒരു അപ് ട്രെൻഡിൻ്റെ ക്യാരക്ടർ താഴോട്ട് കൊണ്ട് ഒരു റേഞ്ച് തരുന്നു, ഒരു അപ് ട്രെൻഡ് മുകളിലോട്ട് തരുന്നു, ഒരു റേഞ്ച് തരുന്നു, ഒരു അപ് ട്രെൻഡ് മുകളിലോട്ട് തരുന്നു, ഒരു റേഞ്ച് തരുന്നു. ഞാൻ പറഞ്ഞത് നമ്മളുടെ ട്രേഡ് വരുന്നത് ഇവിടെ ആയിരിക്കണം നമ്മളുടെ ട്രേഡ് വരേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ 1 ഹവറിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് ലൊക്കേഷൻ കിട്ടും. സോ ഒരിക്കലും നിങ്ങളുടെ ട്രേഡിംഗ് ഏരിയ ഈ പറയുന്ന സംഭവത്തിലായി പോകരുത്, ഇതിനകത്തായി പോകരുത്. അതിനെ പൊട്ടിച്ച് വെളിയിൽ വരുന്ന ഈ സ്ഥലത്ത്, മനസ്സിലായി? ഇങ്ങനൊരു സിനാരിയോയിൽ അല്ലാതെ ഇങ്ങനെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആഫ്റ്റർ റീട്രേസ്മെൻറ്റിന് ശേഷം വരുന്ന ഈ ഒരു ഏരിയയിലായിരിക്കണം നിങ്ങളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ. മനസ്സിലായല്ലോ? സോ ഇവിടെ നിങ്ങളുടെ ട്രേഡിംഗ് ലൊക്കേഷൻ ഇപ്പോൾ റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റേഞ്ചിനകത്താണെങ്കിൽ ഒരു റേഞ്ച് കിട്ടിയിട്ടുള്ള റേഞ്ച് വന്ന് പോകുന്ന ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ റേഞ്ചിനകത്ത് നിങ്ങളുടെ സിമ്പിൾ ലോജിക്ക് എന്താണ്? ബോട്ടം സപ്പോർട്ട് ലെവലിൽ 2ൽ കൂടുതൽ തവണ വന്നിട്ടുള്ള ഏരിയ മാർക്ക് ചെയ്യുക, മുകളിലും അങ്ങനെ മാർക്ക് ചെയ്യുക. അവിടെ വരുന്ന സമയത്ത് ബൈ ചെയ്യുക. മെയിൻ ട്രെൻഡ് അപ് ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ മേലോട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മൂവ്മെൻറ്റ് തരാം. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ലെവലിൽ ബൈ ചെയ്യുക, റെസിസ്റ്റൻസ് ലെവൽ വരുന്ന സമയത്ത് സെല്ല് ചെയ്ത് കൊടുക്കുക. സെല്ല് ചെയ്യാതിരിക്കലും കാര്യം നമുക്ക് താഴോട്ട് വീണ്ടും വരും. അതുകൊണ്ട് അൺടിൽ ഇതിൻ്റെ ബ്രേക്കൗട്ട് വരുന്നിടം വരെ ഈ ഒരു ബൈ ലെവലിൽ വാങ്ങിച്ചിടുക. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്ന സമയത്ത്, ലോക്കൽ റെസിസ്റ്റൻസ് ലെവലിൽ വരുന്ന സമയത്ത് സെല്ല് ചെയ്ത് കളിക്കുക. അതിനുശേഷം നമ്മൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം, ഡെയിലി ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ തോളിയത്തോടു കൂടി ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് നിങ്ങൾക്ക് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ നല്ലൊരു ബെസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് തപ്പുന്നതെങ്കിൽ ബിങ്കെക്സിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് $15 നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക. $50 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു $30 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $15 നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം.
ഈ മാസം 25-നാണ് നിങ്ങൾക്ക് അങ്ങനെ ക്രെഡിറ്റ് ആവുന്നത്. സോ അതിന് താല്പര്യമുള്ളവർ ചെയ്തോ. എല്ലാ മാസവും ഇതുപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി $12,000 വരെയുള്ള ട്രേഡിംഗ് കോമ്പറ്റീഷനും ഉണ്ട്. സോ ബിങ്കെക്സിൽ നല്ലൊരു ലോ ട്രേഡിംഗ് ഫീസ് എക്സ്ചേഞ്ച് ആണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ, അതായത് വലിയ പേമാരിക്ക് മുമ്പ് ആ പേമാരിയെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറയും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു അഡ്വാൻസ് ലെവൽ കോഴ്സ് പോലെ തന്നെ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ക്രിപ്റ്റോ മച്ചാൻ, ബൈ.